ഹലോ! ഇന്ന് എൻ്റെയും കല്ലുവിൻ്റെയും ഒരു ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. രാവിലെ തന്നെ ഇത്തിരി താമസിച്ചാണ് ഞാനും കല്ലും എഴുന്നേറ്റത്. ചേട്ടൻ ഇവിടെ അടുത്തായിരുന്നു വർക്ക്. അപ്പോൾ രാവിലത്തെ ഫുഡ് മാത്രം മതിയായിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് വേണ്ടായിരുന്നു. ചേട്ടൻ ഉച്ചയ്ക്ക് അവിടുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ പോയ പുറകെ ഞങ്ങൾ ഊഞ്ഞാലെല്ലാം കുറച്ച് നേരം ഇരുന്ന് ആടി കളിച്ചു കേട്ടോ. കല്ലു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത്, കുഞ്ഞു പിള്ളേർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണുമല്ലോ, അതുപോലെ തന്നെ കല്ലൂനും ഉണ്ട് കേട്ടോ. പിന്നെ അവളൂടെ കുറേ നേരം ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയി കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് മാറുന്നത്. രാവിലെ പിന്നെ കഞ്ഞി തിളപ്പിച്ച് ഊറ്റാനുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ചോറ് തലേദിവസത്തെ ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി എന്ന് പറഞ്ഞ് അപ്പം അത് തിളപ്പിച്ചൂറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിലാണ് നമ്മൾ ചോറ് ഗ്യാസിൽ വെക്കുമായിരുന്നു. ഗ്യാസ് ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് അടുപ്പിൽ തിളപ്പിച്ചൂറ്റാമെന്ന് വെച്ചാൽ അടുപ്പൊക്കെ ഞാനും കല്ലും കത്തിച്ച് മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിച്ചത്. ഈ മണ്ണെണ്ണയ്ക്കൊരു കഥയുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ മാസം കല്ലു, അതായത് ഏപ്രിൽ 10-ാം തീയതി അന്ന് വൈകിട്ടാണ് കല്ലു മണ്ണെണ്ണ എടുത്ത് കുടിച്ച് പരുമല ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ മണ്ണെണ്ണ എടുക്കുമ്പോഴൊക്കെ കല്ലുവിനെ ഞാൻ ഓർക്കാറുണ്ട്, കല്ലു മണ്ണെണ്ണ കുടിച്ച് കിടന്ന സീനൊക്കെ. പക്ഷെ അന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ആൾ കുഴപ്പമില്ലാതെ വന്നു കേട്ടോ. പിന്നെ രാവിലത്തെ എൻ്റെ ഹെയർ കെയർ എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിക്കുമായിരുന്നേ. രാവിലത്തെ ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് കല്ലു കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണ്ട, കല്ലുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അമ്പാടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. കല്ലുവിന് എല്ലാവരേക്കാളിലും ഒരു പ്രത്യേക സ്നേഹമുണ്ട് കേട്ടോ അമ്പാടിയുമായിട്ട്. ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ. അമ്പാടിക്ക് കല്ലുവിനോടും കല്ലുവിന് അമ്പാടിയെയും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, ഭയങ്കര കൂട്ടുകാരാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഒരു മാങ്ങ കൊടുത്തു, അത് കഴിച്ചുകൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ ഉടുപ്പിട്ട് ആ ഉടുപ്പൊന്ന് ഊരാൻ വേണ്ടി ഞാൻ കിടന്ന് പാട് പെട്ടായിരുന്നു. അവൾ ഊരിയില്ല പക്ഷേ അത്. പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇവിടെ ചക്ക വേവിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്ക ഒരുക്കിയതിൻ്റെ ബാക്കി ചക്കക്കുരു ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ചക്കക്കുരു മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് അതങ്ങ് ചുരണ്ടി വെക്കുകയാണെങ്കിൽ വൈകിട്ടത്തേക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്ന്. വൈകിട്ടത്തേക്ക് അതായത് മെഴുക്കുവരട്ടി വെക്കാമല്ലോ എന്ന്. ഇവിടെ മെഴുക്കുവരട്ടി വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. ചക്കക്കുരു കറിയൊന്നും ഇവിടെ ആരും കഴിക്കുകയില്ല. മെഴുക്കുവരട്ടിക്കുള്ളത് ഞാൻ ചുരണ്ടി വെക്കുകയാണ്. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ചുരണ്ടാനായിട്ട്. ഞാനെന്നാൽ ഉച്ചയ്ക്കിരുന്നങ്ങ്, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഉച്ചയ്ക്കിരുന്നങ്ങ് ചുരണ്ടി. കല്ലുമോളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട എടുത്തുകൊണ്ട് വന്ന് അഭ്യാസം കാണിക്കുമായിരുന്നു. പിന്നെ കമ്പിയൊന്നും കാലെ കൊണ്ട് കയറാഞ്ഞത് എന്തോ ഭാഗ്യമെന്ന് പറയാം. അതിൻ്റെ കമ്പിയൊക്കെ പോയതായിരുന്നു കേട്ടോ. പിന്നെ ചക്കക്കുരു എല്ലാം കുറേ ചുരണ്ടി കേട്ടോ. ഞാൻ അപ്പുറത്തെ അമ്മച്ചിയുടെ അവിടെയും പോയിരുന്നു കുറേ നേരം ഇരുന്ന് ചുരണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ആയത്. പിന്നെ കല്ലുവിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമായിരുന്നു. കുളിപ്പിച്ച് വേണ്ട കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് കുട്ടപ്പിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴേ കാണും. കുറച്ച് ഇവിടുന്ന് ആ കട്ടിലേൽ നിന്ന് താഴോട്ടിറക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ദേഹം മുഴുവനും മണ്ണായിരിക്കും. കാരണം നമ്മുടെ വീടിൻ്റെ വെളിയിൽ മണൽ പോലെ, കടലിലെ മണൽ പോലത്തെ ഒരു സൈസ് മണ്ണാണ് കേട്ടോ. ഇവിടെ അതിൻ്റെ അകത്ത് എപ്പോഴും കളി. വഴക്ക് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, കാരണം എപ്പോഴും പിള്ളേരല്ലേ, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കല്ലുവിന് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവൾ ഫോൺ കണ്ടാൽ ഫുഡ് കഴിക്കുന്നത്. പിന്നെ എന്താ ഈ ഒരു സംഭവം കണ്ടോ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണേ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഉച്ചയുറക്കത്തിലേക്ക് പോയി ഞാനും കല്ലു. ഉച്ചയ്ക്ക് ഒരു ചെറിയ മയക്കം ഞങ്ങൾക്ക് സ്ഥിരമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈകുന്നേരം ആയപ്പോൾ എഴുന്നേറ്റ് കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞ് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചൊന്ന് കുളിക്കാനായിട്ട്. ഞാൻ ഒന്നട വിട്ടാണ് കേട്ടോ തല നനയ്ക്കുന്നത്. അപ്പം തല നനയ്ക്കുമ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് തല നനയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴാണ് എനിക്ക് ജോലി കൂടുന്നത്, കാരണം അതുവരെ ഞാൻ അനങ്ങാതിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണി കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഭയങ്കര ജോലിയായി തനിക്ക്. അപ്പോൾ ഈ എണ്ണ തേച്ച് തലയിൽ പിടിപ്പിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അതുവരെ തലയിലിരുന്നത് അങ്ങ് സെറ്റ് ആവുമല്ലോ, ഒന്ന് തലയിൽ എണ്ണ പിടിക്കുമല്ലോ. അന്നും കണ്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിൽ എണ്ണയെല്ലാം തേച്ച് വെക്കുന്നത്. മുറ്റം അടിക്കാനായിട്ട് അധികം കരിയിലകളൊന്നും മുറ്റത്തൊന്നും ഇല്ല കേട്ടോ, കാരണം വലിയ മരങ്ങളൊന്നും സൈഡിലൊന്നും നിൽപ്പില്ല. ചെറിയ ചെറിയ ചെടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കധികം ഇലകൾ വീണുള്ള ശല്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ മൊത്തം പൂഴിമണ്ണാണ്, ഒരുമാതിരി എന്താ പറയുന്നത്, വല്ലാത്തൊരു സൈസ് മണ്ണ്. നമ്മൾ എത്ര തൂത്താലും പെരയ്ക്കകത്ത് എപ്പോഴും മണ്ണ് കാണും. പിന്നെ എൻ്റെ ഒരു മെയിൻ കാര്യം, ഞാൻ എത്ര വീട് വൃത്തിയാക്കിയിട്ടാലും അന്ന് ആരും വീട്ടിൽ വരത്തില്ല. എന്ന് വീട് അലങ്കോലമായിട്ട് കിടക്കുന്ന അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഒരു വിരുന്നുകാർ കാണും. അതെല്ലായിടത്തും ഉള്ള ഒരു സംഭവബഹുലമായ കാര്യമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് പാത്രം എല്ലാം അതേപടി അവിടെ ഇട്ടിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കല്ലും ഇവിടുന്ന് അപ്പുറത്ത് അമ്മച്ചിയുടെ അവിടെ പോയി, അവിടെ നിന്ന് ഇപ്പുറത്തോട്ടൊന്ന് വന്ന്, പിന്നെ ഇവിടുന്ന് അപ്പുറത്തൊന്ന് പോയി, പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തൊന്ന് വന്ന്, അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെല്ലാം കയറി നടക്കുക കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനർജി, എൻ്റെ ദേഹത്ത് എന്തോ ഒരു എന്താ പറയുന്നത്,
ഒരു സംഭവം കയറിയതുപോലെ പിന്നെ ഞാൻ കിടന്നങ്ങ് ജോലി ചെയ്യുന്നത്. ധൃതി വെച്ച് എല്ലാം ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അമ്മായിയമ്മ വരും, അതും കൂടെ ചേർത്താണ് ഈ ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പം വീടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിടും, അല്ലെങ്കിൽ പിന്നെ അതുകൂടെ നമുക്ക് കാണേണ്ടി വരുമല്ലോ. അതൊക്കെ പോട്ടെ. അപ്പം പിന്നെ ഇവിടെ എല്ലാം ഒന്ന് നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കി വെക്കുമ്പോഴത്തേക്കും അമ്മ എല്ലാവരും ഓക്കെയാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട് അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. അത് എപ്പോൾ ആര് വന്നാലും അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഞാൻ എപ്പോഴും വൃത്തിയാക്കുന്നൊരു സ്ഥലമാണ്. ഞാൻ എൻ്റെ റൂമിനെക്കാട്ടിലും ഹാളിനെക്കാട്ടിലും ഒക്കെ ഞാൻ കൂടുതൽ വൃത്തിയാക്കി വെക്കാൻ നോക്കുന്നത് അടുക്കളയാണ്. പക്ഷേ എന്തോ ചെയ്യാനാണെന്ന് പറയുക, പുറത്തുനിന്ന് ആരെപ്പോൾ കയറി വന്നാലും അടുക്കള അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. ഞാൻ മിക്കപ്പോഴും പാത്രം കഴിയുമ്പോഴാട്ടെ എല്ലാം ജസ്റ്റ് ഒന്ന് തുടച്ചെങ്കിലും വിടാറുണ്ട്. അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുക്കള കേട്ടോ. അത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ പണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു അടുക്കള ഇല്ലായിരുന്നു. ഞങ്ങളൊരു ചെറിയൊരു ഷെഡ് പോലെ വെച്ചിട്ടാണ് ഞങ്ങളവിടെ ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വലിയൊരു കൊട്ടാരം പോലെയാണ് കേട്ടോ. എൻ്റെ ഈ അടുക്കള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഈ അടുക്കള. അപ്പോൾ ഞാൻ മാക്സിമം എത്രയും വൃത്തിയാക്കി വെക്കാൻ പറ്റുമോ അത്രയൊക്കെ വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ കല്ലുവിൻ്റെ പാലും കുപ്പിയൊക്കെ എപ്പോഴും ഇതുപോലെ കഴുകി വെക്കുവേ. കല്ലുവിനൊരു 4 പാലും കുപ്പിയുണ്ട്. അത് 4 ഇതുപോലെ നമ്മൾ ലിക്വിഡ് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുവേ. ബാക്ടീരിയ ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലർ പറയും ഇട്ട് തിളപ്പിക്കരുത് എന്ന്, ചിലർ പറയും ഇട്ട് തിളപ്പിക്കണമെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം കല്ലുവിനെ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ പറഞ്ഞതാണ് പാലും കുപ്പി വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, തിളപ്പിക്കണം, അങ്ങനെ തിളപ്പിച്ച് വെക്കണമെന്ന്. കാരണം അതിൻ്റെ അകത്ത് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ പോകണം, സ്മെല്ലും കാര്യങ്ങളൊക്കെ വെള്ളം തിളപ്പിക്കുമ്പോൾ പോകുമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് എപ്പോഴും കല്ലുവിൻ്റെ പാലും കുപ്പി അതുപോലെ വൃത്തിയാക്കി വെക്കാറുണ്ടേ. പിന്നെ പാത്രം കഴുകുന്ന സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കല്ലുവിന് കുപ്പിയിട്ട് തിളപ്പിക്കാനായിട്ട് ചരുവത്തിൽ വെള്ളമൊക്കെ പിടിച്ച് 2 കുപ്പിയിട്ട് തിളപ്പിച്ച് വെച്ച് ബാക്കി 2 കുപ്പി പിന്നെ എടുത്തുള്ളൂ. ആ ചരുവത്തിൻ്റെ അത് 4 കുപ്പിയിട്ട് തിളപ്പിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 2 കുപ്പി പിന്നെ എടുത്തുള്ളേ. പിന്നെ പെരക്കൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് TV വെച്ച് ഒന്നെങ്കിൽ സൺ മ്യൂസിക് അല്ലെ സൂര്യ മ്യൂസിക് അല്ലെ ഇസേരുവി ഇതിലേക്ക് പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളിലൊക്കെ ഉണ്ട് എന്നെപ്പോലെ. പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്, കൊച്ചിലേ തൊട്ടുള്ളൊരു പരിപാടിയാണിത്. വൈകുന്നേരം ആകുമ്പോൾ ഈ മ്യൂസിക് ചാനലൊക്കെ ഒന്ന് വെച്ച് പാട്ടൊക്കെ ഇച്ചിരി ഓളത്തിലൊക്കെ വെച്ച് കേട്ടുകൊണ്ട് പണിയൊക്കെ ചെയ്യുന്നത്. പിന്നെ മുഖത്ത് ഫേസ് പാക്കൊക്കെ ഇട്ട് വേണ്ട ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. എപ്പോഴും ഒന്നും തുടയ്ക്കുകയില്ല കേട്ടോ, ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ അങ്ങനെയൊക്കെ ഉള്ളു തുടയൊക്കെ. പിന്നെ കുളിക്കാൻ പോയി. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. രാവിലെ എല്ലാവരും മതി രാവിലെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും കല്ലും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഞങ്ങളുടെ ഒരു ലോകമാണ് ഈ ഒരു ഹൗസ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടായിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കല്ലും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്. കാരണം ഞാൻ ജോലിക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. കല്ലുമോളുള്ള കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നോക്കാൻ വേറെ ആരില്ല. ചേട്ടൻ്റെ അമ്മ അച്ഛനുണ്ടെങ്കിൽ അവർക്ക് ജോലിയുള്ളവരാണ്. അതുകൊണ്ട് അവരും ജോലിക്കും. കല്ലുവിന് ഇനി ഒരു 3 വയസ്സ് വരെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലിരിക്കുക, ചുമ്മാ വീട്ടിലിരിക്കുക. അപ്പോൾ എൻ്റെ കുറച്ച് വീട്ടിലുള്ള സന്തോഷങ്ങളും കുക്കിംഗ് വീഡിയോസും ഒക്കെയാണ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാം. ഞങ്ങളങ്ങനെ പുറത്ത് പോകാറില്ല, അപ്രതീക്ഷിതമായാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. പുറത്ത് പോകുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഈ ചാനൽ വരുന്നതായിരിക്കും. അങ്ങനെ ഇന്നതിനുള്ളൊരു ചാനലെന്ന് പറഞ്ഞില്ല, ഒരു ഫാമിലി വ്ളോഗിൻ്റെ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. TV അവിടെ വെച്ചേക്കുന്നത് അതിൻ്റെ ഒരു സൗണ്ട് ഇതിനകത്ത് കാണും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. ഞാനിടുന്ന വീഡിയോസിൻ്റെ അത് കാണാൻ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഇടണോ എന്താണെന്നൊന്നും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ. ബൈ ബൈ, സീ യു. ടാറ്റ ബൈ ബൈ.